എല്ലാവർക്കും സംശയമാണ് ഏത് ജോബ് വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്താലാണ് കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ജോബ്സ് ഏത് ജോബ് പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് കിട്ടുക. അപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻക്വയറി കൂടുതൽ വന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു ചെറിയ വീഡിയോ ചെയ്യാം. ടോപ്പ് 5 വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് ഞാൻ ആ ടോപ്പ് വെബ്സൈറ്റ്സിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് നല്ലത്. ടോപ്പ് 5 വെബ്സൈറ്റ് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ. വേറെ ഒരുപാട് ജോബ് വെബ്സൈറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ആണ് ഞാൻ ഈ ടോപ്പ് 5 വെബ്സൈറ്റ്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആണ് ആക്ച്വലി. അപ്പം ഈ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് അറിയാൻ പറ്റും. ഇപ്പം അതിൽ ചിലപ്പോൾ ഒരു കമ്പനി സിഇഒ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു നെറ്റ്വർക്കിംഗ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പം ലിങ്ക്ഡിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ഒരു റിക്വയർമെന്റ് വരുമ്പം ചിലപ്പോൾ ആദ്യമേ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ ത്രൂ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു കമ്പനി ഓണർ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു HR റിക്രൂട്ടർ ആകാം. അപ്പൊ അവർ ആദ്യമേ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ ത്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ജോബ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ കൂടെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ന്യൂ അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ അതെല്ലാം ന്യൂസ് ആയിട്ടും അതുപോലെ തന്നെ പോസ്റ്റുകളായിട്ടും എല്ലാം ലിങ്ക്ഡിനിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം ജോബ് നോക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് ആൻഡ് നോളജ് എൻഹാൻസ്മെന്റിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ ഇന്റേൺഷിപ്പുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ്, ജോബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം റിമോട്ട് വർക്ക്സുകൾ ഒരുപാട് നമുക്കുണ്ട്. അപ്പം അങ്ങനത്തെ ജോബ്സിനെ കുറിച്ചും നമുക്ക് ആക്സസ് ബൈ ലിങ്ക്ഡിൻ നമുക്കുണ്ടാകും. ലോകത്തിലുള്ള എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നതിന്റെ ആക്സസ് നമുക്കുണ്ടാകും ലിങ്ക്ഡിൻ ത്രൂ. അപ്പൊ നമുക്ക് അങ്ങനെ റിമോട്ട് ജോബ്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നവർക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലിങ്ക്ഡിൻ ത്രൂ നിങ്ങൾക്കൊരു ജോബ് കണ്ടു, അപ്പൊ അതിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ആ റിക്രൂട്ടറെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്കിൽസ് കാര്യങ്ങൾ നമ്മൾ എന്താണെന്നുള്ളത് ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്കും ആ റിക്രൂട്ടർക്ക് മനസ്സിലാണ്. കാരണം വെച്ചാൽ നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരാദ്യം കാണുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. അപ്പോൾ ഓൾറെഡി അവർ ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം നോക്കും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ CV റിവ്യൂ ചെയ്യുക. അപ്പൊ നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഇൻഡീഡ് ആണ്. ഞാൻ എൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ഇൻഡീഡ്. എനിക്ക് ജോലി കിട്ടിയതും എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയതും ത്രൂ ഇൻഡീഡ് തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള ജോബ്സും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഇൻഡീഡിലാണ്. അതുപോലെ തന്നെ ഇൻഡീഡ് ആപ്ലിക്കേഷൻസിനകത്ത് ഒരുപാട് ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ജോലി നമുക്ക് ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ അത് പിൻ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിയായ രീതിക്ക് ഈ ജോബ് പ്ലാറ്റ്ഫോം വഴി എങ്ങനെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഞാൻ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ജോബ് വെബ്സൈറ്റ്സുകളാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, അത് എങ്ങനെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണ്ടേ. അപ്പം ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തത് വരുന്നത് നൗകരി ഗൾഫ് ആണ്. അപ്പം നൗകരി ഗൾഫും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പക്ഷെ കൂടുതലും നൗകരി ഗൾഫിൽ വരുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് പാറ്റേണും എനിക്ക് മനസ്സിലായിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു HR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ചുകൂടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. HR ലീഡ്. അപ്പം ഈ HR നമ്മൾ
ടൈപ്പ് ചെയ്തിരുന്നത് HR എക്സിക്യൂട്ടീവ്, HR അഡ്മിൻ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അങ്ങനത്തെ ടേംസും കാര്യങ്ങളും തീരെ കുറവാണ് നൗക്കരി ഗൾഫിൽ. പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതാണ് കാര്യം. അപ്പൊ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ ജോബ് ടൈറ്റിൽസും ഒക്കെയാണ് നൗക്കരി ഗൾഫിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. കുറച്ച് സിംപ്ലിസിറ്റി കുറച്ച് കുറവാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അപ്പം കുറച്ച് സ്റ്റാൻഡർഡൈസ്, കുറച്ച് ഇന്ത്യനെക്കാളും കുറച്ച് സ്റ്റാൻഡർഡൈസ് വേർഷൻസിലാണ് അവർ ജോബ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് വേറെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല നമുക്ക് ആ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാവും. എനിക്ക് എന്താണേലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. 4th പോയിന്റ് വരുന്നത് ഗൾഫ് ടാലന്റ് ആണ്. അപ്പം ഗൾഫ് ടാലന്റ് വഴിയും അത്യാവശ്യം നമുക്ക് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അത് സാധാരണ ഒരു വെബ്സൈറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡീഡ് പോലെയൊക്കെ തന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പം അതുവഴിയും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ഗൾഫ് ടാലന്റ് ജോബ്സ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പെർട്ടിക്കുലർലി ഗൾഫ് GCC കൺട്രീസിലേതായിരിക്കും കൂടുതൽ അവര് ജോബ് പോസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുക. അപ്പം ഇൻ കേസ് നിങ്ങൾ GCC റിലേറ്റഡ് ആയിട്ട് ഏത് സ്ഥലവും നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും ഈ ഗൾഫ് ടാലന്റ് ആപ്ലിക്കേഷൻ. പിന്നെ 5th വൺ വരുന്നത് ഡൂബിസിലാണ്. ഡൂബിസിലിനകത്ത് ആക്ച്വലി നമ്മൾ ജോലി നോക്കുമ്പോഴത്തേക്കും ഡൂബിസിൽ ആപ്ലിക്കേഷൻ ആക്ച്വലി കൂടുതലും സ്കാമുകൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരുപാട് പേർക്ക് സ്കാം പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ജോലി നോക്കുമ്പോഴത്തേക്കും ഓൾവേസ് ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് ഡൂബിസിൽ എടുത്തിട്ട് ജോബ് പോസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ളവരുടെ മാത്രം നമ്മൾ ചൂസ് ആക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് റിക്രൂട്ടേഴ്സ് അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഉള്ളത് മാത്രം എടുക്കുക. എല്ലാ പോസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സ്കാം കൂടുതലായിരിക്കും. ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളിലും കുറച്ചുകൂടെ ഡുബിസിൽ സ്കാം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾവേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഇന്റർവ്യൂ, ഇമെയിലോ കോളോ ഒക്കെ വരുമ്പോൾ ഓൾവേസ് നമ്മൾ ആ കമ്പനിയെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓൾവേസ് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് ടോപ്പ് 5 വെബ്സൈറ്റ്സ് ഇൻ UAE എന്ന് പറയുന്നത്. പിന്നെ വേറെ വെബ്സൈറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഞാൻ ജോലി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയ ടോപ്പ് 5 വെബ്സൈറ്റ്സുകളാണിത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.